ഹലോ ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലഡുവാണ് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. വെല്ലത്തിൻ്റെ കളറ് നിങ്ങൾ നല്ല ഡാർക്ക് കളറാണെങ്കിൽ നമ്മുടെ ലഡുവിന് നല്ല കളറായിരിക്കും. ഇതൊരു ലൈറ്റ് കളറാണ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അവിൽ നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള അവിലെടുക്കാം, ബ്രൗൺ കളറാണെങ്കിൽ അതും എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ബ്രൗൺ കളറ് അവിലാണ് എടുത്തത്. അപ്പോൾ അവിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. ഈ ഒരു നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു പൊരിഞ്ഞ് വരും. കൈയോടെ എടുക്കുമ്പോൾ തന്നെ നല്ല പൊടിഞ്ഞ് വരുന്ന ഒരു രീതിയിലാണ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ഒരു സൈഡായിട്ട് ഇങ്ങനെ വെള്ളം മെൽട്ടായിട്ട് വരുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ, അതിലുള്ള കച്ചറൊക്കെ മാറിയിട്ട്. അപ്പോൾ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് തേങ്ങയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് അവിലിന് ഞാൻ 1 കപ്പ് ഫ്രഷ് തേങ്ങയാണ് എടുത്തത്. ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഈ തേങ്ങൻ്റെ ഉള്ള വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ അവിലും തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ട് ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കലാണ്. അപ്പോൾ നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ മെൽട്ടാക്കി വെച്ച ആ ഒരു വെല്ലമുണ്ടല്ലോ, അതൊന്ന് അരിപ്പയിലൂടെ അരിഞ്ഞിട്ട് അതേ ഒരു പാനിൽ തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. ഒരു സമയം നമ്മൾ പൊടിച്ച് വെച്ച ഈ അവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. പിന്നെ മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതും കൂടി വെള്ളം കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം 1 കപ്പ് വെള്ളം മതി കേട്ടോ ഇതിന്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളവും അവിലൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഏലക്ക പൊടി ഇടുന്നുണ്ടെങ്കിൽ അത് ഇടാം. ഞാൻ ഇപ്പോൾ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ഈ മണം എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇട്ടോട്ടത്. അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഗീ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനൊരു ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂ അല്ലെങ്കിൽ ബദാമോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് ഇട്ട് കൊടുക്കുക. കുറച്ചൊന്ന് കടിക്കാനായിട്ട് കിട്ടും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അവിലും വെല്ലമൊക്കെ ഇഷ്ടപ്പെടുന്നതൊക്കെ എന്തായാലും ഈ ഒരു സ്വീറ്റ്സ് ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ ചൂടോട് വേണം നമുക്ക് ഇത് ഉരുട്ടാനായിട്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെറിയ ചൂടോട് വേണം ഉരുട്ടാനായിട്ട് എടുക്കാൻ വേണ്ടി. എനിക്ക് പൊതുവേ വെല്ലത്തോടെ ഉണ്ടാക്കിയാൽ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വെല്ലം എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ ഗീ വരത്തതിന് ശേഷം ഞാനിങ്ങനെ ഉരുട്ടിയെടുക്കലാണ്. അപ്പോൾ അവിലൊക്കെ ഇഷ്ടപ്പെടുന്നതൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. പിന്നെ നല്ല ഹെൽത്തിയാണ് അവിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഞാനൊന്ന് ഫുള്ളായിട്ടൊന്ന് ഉരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് സ്കൂളിട്ട് വന്നതിന് ശേഷം നമുക്ക് സ്നാക്സിന് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. അപ്പം എല്ലാം ലഡുവും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.